മക്കളെ നമ്മുടെ അഞ്ചാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്, നമ്മുടെ ഫൈനൽ എക്സ്പെരിമെൻ്റ് ആണ് ബ്ലഡിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ബ്ലഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ലാൻസെറ്റ് യൂസ് ചെയ്ത് നമ്മുടെ വിരലിലേക്ക് നമ്മളൊന്ന് ബ്ലഡ് എടുക്കാൻ വേണ്ടി കുത്തും. സോ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. മാത്രമല്ല നിങ്ങൾക്ക് മേജറായിട്ടുള്ള 2 എക്സ്പെരിമെൻറ്റിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്യാനുണ്ടാകുക. ഒന്നെങ്കിൽ ബ്ലഡിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനുണ്ടാകും, അതുപോലെ തന്നെ അതല്ലെങ്കിൽ ചീക്കിൻ്റെ ചെയ്യാനുണ്ടാകും. അപ്പോൾ അത് ഏതും ആകാം. ചില ആളുകൾക്ക് ബ്ലഡ് കാണുന്ന സമയത്ത് പേടി വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല, വളരെ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ഈ ബ്ലഡിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നതിൽ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നത്. അതായത് മെറ്റീരിയൽസ് റിക്വയർഡ്. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് വേണം? മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഒരു സ്ലൈഡ് പോരാ, മറിച്ച് എന്ത് വേണം? 2 സ്ലൈഡ്സ് വേണം. ഓക്കെ. മൂന്നാമതായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാൻസെറ്റ് വേണം. ലാൻസെറ്റ് ഈ രൂപത്തിൽ മാത്രമല്ല പല ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുക? ലാൻസെറ്റ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ലെയ്ഷ്മാൻ സ്റ്റെയിൻ ആണ്. എപ്പോഴും സ്റ്റെയിൻ്റെ പേര് ഓർത്ത് വെക്കുക, ലെയ്ഷ്മാൻ സ്റ്റെയിൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കൈ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഒരു കോട്ടണും എടുത്ത് വെക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു 1 ഷോട്ടിൽ എന്താ ചെയ്യുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണം എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നമ്മളെ എപ്പോഴും നമ്മുടെ റിംഗ് ഫിംഗറാണ് നല്ലത്, മോതിര വിരലാണ് നല്ലത്. അപ്പം നമ്മുടെ കോട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ മോതിര വിരലൊന്ന് എന്ത് ചെയ്യുക? അതൊന്ന് വാഷ് ചെയ്യുക, ഒന്ന് വൃത്തിയാക്കുക, ഒന്ന് ക്ലീൻ ആക്കുക. ശേഷം തള്ള വിരലുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാം ഹോൾഡ് ചെയ്യുക, പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതായത് ഇതേ രീതിയിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഈ ഹോൾഡ് ചെയ്തിന് പിടിച്ചതിന് ശേഷം ഇവിടെ അങ്ങനെ ചുവന്ന് നിൽക്കും. ആ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലാൻസെറ്റ് യൂസ് ചെയ്തിട്ട് മെല്ലെ ഒരു കുത്തു കൊടുക്കേണ്ടത്. ഇപ്പം ലാൻസെറ്റ് യൂസ് ചെയ്ത് മെല്ലെ ഒന്ന് കുത്തിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ബ്ലഡ് പുറത്തേക്ക് വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയങ്കര പവറിൽ കുത്തി ആഴത്തിൽ മുറിവാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുത്തിയാൽ തന്നെ മതി. എന്ത് ചെയ്യും? ജസ്റ്റ് ഒരു സിംഗിൾ ബ്ലഡ് ഡ്രോപ്പ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ആവശ്യമുള്ളൂ. അതന്നെ ബ്ലഡ് കൂടാനും പാടില്ല. ഒരുപാട് ബ്ലഡ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ മിനിമം ലെവൽ ഓഫ് എന്ത് മതി? ബ്ലഡ് മതി. സോ ഒന്ന് കുത്തിയതിനു ശേഷം എന്ത് ചെയ്യുക? ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും? കറക്റ്റ് ഇങ്ങനെ തുളുമ്പാത്ത രീതിയിൽ ഇങ്ങനെ ബ്ലഡ് വന്ന് ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം, നമ്മൾ സ്ലൈഡിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരിക്കലും ആക്കി കൊടുക്കാൻ പാടില്ല. സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എന്ത് ചെയ്യുക? മെല്ലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക? മെല്ലെ പ്ലേസ് ചെയ്യുക. മെല്ലെ തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ബ്ലഡോടൊപ്പം ആദ്യം. അപ്പോൾ അത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം എന്ത് ചെയ്ത് വെച്ച് വെക്കാൻ പാടില്ല. ബ്ലഡ് എന്തായി പോകും? ക്ലോട്ടായി പോകും. സോ അത് ചെയ്ത പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ ഒരു കൈ കൊണ്ട് മെല്ലെ അത് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. ശേഷം മറ്റൊരു സ്ലൈഡ് എടുത്തിട്ട് സെക്കൻഡ് സ്ലൈഡ് എടുത്തിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൽ വെച്ചിട്ട് മെല്ലെ ബാക്കോട്ട് വലിക്കുക. ബാക്കോട്ട് വലിച്ച് ബ്ലഡിൻ്റെ പോർഷൻ എത്തിക്കഴിഞ്ഞാൽ ആ ബ്ലഡ് ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലേ, അതിൻ്റെ മേലെ തട്ടി കഴിഞ്ഞാൽ ബ്ലഡ് മൊത്തം എന്ത് ചെയ്യും? ഈ സ്ലൈഡിൻ്റെ മേലെ ഇങ്ങനെ പരക്കും. പരന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അധികം കാത്തു നിൽക്കാതെ തന്നെ എന്ത് ചെയ്യും? ഒറ്റ വലിക്കൽ മുന്നോട്ട് വലിച്ചു കൊടുക്കണം. ആ വലിച്ചു കൊടുക്കൽ എന്ത് ചെയ്യും? ബ്ലഡ് മൊത്തം ഈ സ്ലൈഡിൻ്റെ മേലെ പരക്കും ഒന്നായിട്ട്. അപ്പോൾ നിങ്ങളങ്ങനെ കൈ വിറച്ചു പോവുക, അത് അങ്ങനെ ഉണ്ടാവാതിരിക്കും ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഒറ്റ വലി വലിച്ചു കൊടുത്താൽ മതി. വലിക്കുന്ന സമയത്ത് എപ്പോഴും മേലോട്ട് വലിക്കാതെ എന്ത് ചെയ്യുക? താഴോട്ട് പുഷ് ചെയ്തിട്ട് നല്ല ഒറ്റ വലി വലിച്ചാൽ മതി. ഭയങ്കര ഹോൾഡ് ചെയ്തിട്ട് നല്ല പതിയൊന്നും വലിക്കരുത്. അപ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കര വര വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റ വലിയിൽ എന്ത് ചെയ്യുക? കാര്യം സാധിക്കുക. അപ്പോൾ വലിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് മൊത്തം എന്ത് ചെയ്യും? ഈ സ്ലൈഡിൻ്റെ മേലെ കൊണ്ട് പരക്കും. പരന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് ഹോൾഡ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. ആ ബ്ലഡ് ഒന്ന് എന്ത് ചെയ്യണം? ആ പരന്ന ബ്ലഡ് ഒന്ന് ഡ്രൈ ആകണം. ഡ്രൈ ആയതിനു ശേഷം മാത്രം നമ്മൾ അതിൻ്റെ മേലെ എന്ത് ആഡ് ചെയ്യുള്ളൂ? സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. സ്റ്റെയിൻ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലെയ്ഷ്മാൻ സ്റ്റെയിൻ ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക? ആ സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി ബ്ലഡ് പരന്ന ഭാഗത്തേക്ക് എന്താകണം? സ്റ്റെയിൻ ആകണം. എന്നിട്ട് സ്റ്റെയിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഒരു മിനിറ്റ് ഒന്ന് വെക്കുക. ജസ്റ്റ് ആ സ്റ്റെയിൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സമയം നമ്മൾ കൊടുക്കുക. ആ പിടിച്ചതിന് ശേഷം ആ എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റെയിൻ, അതിന് മേലെ തന്നെ സ്റ്റെയിൻ കെട്ടി വെക്കുന്നുണ്ടാവും. അപ്പോൾ ആ എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റെയിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബീക്കറിലേക്ക് കളയുക. എന്നിട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ എക്സസ് എമൗണ്ട് ഓഫ് സ്റ്റെയിനൊക്കെ അതിൻ്റെ മേലെ നിന്ന് കളയണം. ഭയങ്കര ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യരുത്? വെള്ളം അടിച്ച് വെച്ച് കഴുകരുത്. ആ ബ്ലഡൊക്കെ പോയി പോകും. സോ എന്ത് ചെയ്യുക? അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മെല്ലെ ചിരിച്ച് പിടിച്ചിട്ട് എന്ത് ചെയ്യും? മെല്ലെ ആക്കി കൊടുത്താൽ മതി. മെല്ലെ ആക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ കംപ്ലീറ്റ്ലി എക്സസ് സ്റ്റെയിനൊക്കെ എന്ത് ചെയ്യും? മെല്ലെ താഴോട്ട് പോകും. നമുക്ക് ആ കറക്റ്റ് ബ്ലഡ് എന്ത് ചെയ്യും? അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും. ഇനി എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഒരു 2, 3, 4 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. കാരണം ആ വെള്ളമായതൊക്കെ ഒന്ന് ഡ്രൈ ആകാനുണ്ട്. ഒന്ന് നല്ല കുടഞ്ഞു കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ മേലെ വെള്ളമൊക്കെ പോകും. വല്ലാണ്ട് വെച്ച് കുടയണ്ട. ജസ്റ്റ് ഒന്ന് കുടഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? ചുമ്മാ വെക്കുക. ഒരു 2, 3 മിനിറ്റ് കൊണ്ട് എന്താവും? ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്? ഇത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കേണ്ടത്. മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഒരിക്കലും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്.
കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എന്താ ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകാമെന്നുള്ളത്. നമുക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുന്നത് കാണാൻ പാകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എപ്പോഴും ഒരിക്കലും സെൻറ്ററിൽ പ്ലേസ് ചെയ്യാൻ പാടില്ല. ഇവിടെ അല്ല ബ്ലഡ് പ്ലേസ് ചെയ്യേണ്ടത്, മറിച്ച് എന്ത് ചെയ്യണം, കുറച്ചൊന്ന് സെൻറ്ററിൽ നിന്നൊന്ന് അല്പം മാറിയിട്ട് വേണം ബ്ലഡ് എപ്പോഴും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലേസ് ചെയ്യുന്ന ശേഷം അധികം വൈകാൻ പാടില്ല, ബ്ലഡ് ക്ലോട്ട് ആവും. എന്നിട്ടൊരു 45 ഡിഗ്രി ആംഗിളിൽ മറ്റൊരു സ്ലൈഡ് ഇതിൻ്റെ മീതെ വെക്കുക. എന്നിട്ടൊരു കൈ കൊണ്ട് മെല്ലെ ഒന്ന് ഹോൾഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് മെല്ലെ ബാക്കോട്ട് വലിക്കുക. അപ്പോൾ ആ ബ്ലഡ് എന്ത് ചെയ്യും, മൊത്തം പരക്കും അതിൻ്റെ മേലെ. എന്നിട്ട് അധികം വൈകാതെ പെട്ടെന്ന് എന്ത് ചെയ്യാം, മുമ്പോട്ട് വലിക്കുക. നമ്മൾ ബ്ലഡ് ഇതുപോലെ മറ്റൊരു സ്ലൈഡ് ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കണം. അതായത് ഒരു 2 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകണം. മൊത്തം ആ പരന്ന ബ്ലഡ് മൊത്തം ആ സ്ലൈഡിൻ്റെ മേലെ ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. ആ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മേലേക്ക് സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ലേഷ്മെൻ സ്റ്റെയിൻ ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്ത് ചെയ്യണ്ട, സ്റ്റെയിൻ ആഡ് ചെയ്യണ്ട. നമ്മൾ എവിടേക്കാണോ ബ്ലഡ് ആയത് ആ ആയ ഭാഗത്തിന് കണക്കായിട്ട് എന്ത് ചെയ്താൽ മതി, സ്റ്റെയിൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല അങ്ങോട്ട് നീക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം സ്റ്റെയിൻ ആയിട്ടുണ്ട്. സ്റ്റെയിൻ ആയിട്ടൊരു 50-40 സെക്കൻഡ്സ് മെല്ലെ വെക്കുക സ്റ്റെയിൻ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് എന്ത് ചെയ്യരുത്, ഒരുപാട് സമയം വെച്ചിട്ട് കൂടുതൽ സ്റ്റെയിൻ പിടിച്ചാൽ നിങ്ങൾക്ക് കാണാൻ എന്താവും, ബുദ്ധിമുട്ടാകും. സോ ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല. ഒരു മിനിമൽ ടൈം വെച്ചതിന് ശേഷം അതിനെന്ത് ചെയ്യാം, നമ്മൾ അതിലുള്ള എക്സസ് സ്റ്റെയിനൊക്കെ ഇപ്പം ഒരുപാട് സ്റ്റെയിനിൻ്റെ മേലുണ്ടല്ലോ അതിനെ മെല്ലെ എന്ത് ചെയ്യുക, ഒരു ബീക്കറിലേക്ക് മെല്ലെ കളയുക. എക്സസ് സ്റ്റെയിനൊക്കെ മെല്ലെ ബീക്കറിലേക്ക് കളഞ്ഞതിന് ശേഷം മെല്ലെ അതിൻ്റെ മേലെ കൂടെ എന്ത് ചെയ്യുക, ഭയങ്കര പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. വളരെ പതിയെ എന്ത് ചെയ്യുക, അതിൻ്റെ മേലേക്ക് വാട്ടർ യൂസ് ചെയ്യുക. ഒന്ന് എക്സസ് സ്റ്റെയിനൊക്കെ ഒന്ന് പോകാൻ വേണ്ടി എന്ത് ചെയ്യുക, മെല്ലെ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ആ എക്സസ് സ്റ്റെയിനൊക്കെ അതിൻ്റെ മേലിൽ നിന്നും റിമൂവ് ചെയ്യുക. ബട്ട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി യൂസ് ചെയ്തിട്ട് ബ്ലഡ് പോകുന്ന അവസ്ഥയിൽ ചെയ്യാൻ പാടില്ല. സോ പതിയെ ചെയ്താൽ മതി. തീരെ ഫോഴ്സ് ഇല്ലാതെ മെല്ലെ ഡ്രോപ്പായി ഇട്ടിച്ച് കൊടുത്താൽ മതി. നമ്മൾ ആ എക്സസ് സ്റ്റെയിനൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്ലൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സ്ലൈഡ് എന്തായി, കറക്റ്റ് ഡ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയിനൊക്കെ ഇട്ടിച്ചിട്ട് അതുപോലെ തന്നെ എക്സസ് സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്ത് വെള്ളം യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായി, കംപ്ലീറ്റ്ലി നമ്മുടെ സ്ലൈഡ് മൊത്തം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ സ്ലൈഡാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് നോക്കേണ്ടത്. നമ്മളീ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ലൈറ്റൊക്കെ കറക്റ്റായിട്ട് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്ലൈഡ് മെല്ലെ അതിലേക്ക് വെച്ച് നോക്കുക. ഒരു കാര്യം അതിലേക്ക് നിങ്ങളോട് ആഡ് ചെയ്ത് പറയാനുള്ളത്, നിങ്ങളുടെ സ്ലൈഡിൻ്റെ എൻഡ് ഭാഗത്തേക്ക് ഈ താഴ്ഭാഗത്ത് നമ്മൾ വലിക്കുമല്ലോ, വലിച്ചിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് ഏറ്റവും കൂടുതൽ എന്താവും, ബ്ലഡ് സെൽസ് പരന്ന് കിടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് സെല്ല് കാണാനുള്ള സാധ്യതകൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പെസിഫിക്കലി ആ ഭാഗത്ത് നിങ്ങൾ പരതി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്ത് ചെയ്യാം, വളരെ ക്ലിയർ ആയിട്ട് ബ്ലഡ് സെൽസിനെ പരന്ന് കിടക്കുന്നത് കാണാം. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണുന്ന ഏത് സെൽസ് ആയിരിക്കും, RBC ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകുക. കണ്ടാൽ മാത്രമേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം ബുദ്ധിമുട്ടില്ല. ബിക്കോസ് ന്യൂക്ലിയസ് ഇല്ല, റൗണ്ട് ഷേപ്പാണ്, ഒരു മിനിമൽ സൈസ് അതിനുണ്ടാകുള്ളൂ. പിന്നെ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നതിൽ മെജോറിറ്റി എന്ത് തന്നെയാണ്, RBC സെൽസ് തന്നെയാണ്. ഷേപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ എന്ത് ചെയ്യും, അത് മനസ്സിലാക്കാൻ പറ്റും. കോൺകേവ് ഷേപ്പിലാണ് എന്തുണ്ടാകുക, സെൽസ് ഉണ്ടാകുക. സോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ബട്ട് WBC അങ്ങനെയല്ല, എണ്ണത്തിൽ വളരെ കുറവാണ്. സോ റയറായിട്ട് ചില ആളുകൾ അത് കണ്ടില്ല എന്നും വരും, കാരണം ഉണ്ടായിക്കോളം നിർബന്ധമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യും, പല ആളുകളിലും വളരെ കോമൺ ആയിട്ട് ഇത് കാണാറുണ്ട്. പല ഫോം ഓഫ് WBCകളും ഉണ്ട്. സോ ഏതെങ്കിലുമൊക്കെ WBCകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് സ്ലൈഡ് ഒന്ന് മൊത്തം പരതി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ WBC അടക്കടക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലൈഡ് ഒന്ന് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ലോ പവറിലിട്ട് നോക്കിയാൽ മതി. ലോ പവറിലിട്ട് കണ്ട് മെല്ലെ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പോയിന്റിൽ അത് എന്ത് ചെയ്യും, സ്ലൈഡ് വിസിബിൾ ആകും. സ്ലൈഡ് വിസിബിൾ ആയി കഴിഞ്ഞാൽ മെല്ലെ എന്ത് ചെയ്യുക, അതൊന്ന് സ്ലൈഡ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് സെല്ലുകൾ കറക്റ്റ് പരന്നിട്ട് 1 by 1 ആയിട്ട് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. ശേഷം എന്ത് ചെയ്യുക, ആ ഭാഗത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ ഈ ലോ പവറിൽ നിന്നും അതെന്ത് ചെയ്യാം, ഹൈ പവറിലേക്ക് മെല്ലെ നമ്മൾ എന്ത് ചെയ്യുക, ലെൻസിനെ മാറ്റുക. സോ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, കറക്റ്റ് സെൽസ് എടുത്ത് കാണിക്കും. മറ്റത് വളരെ കുഞ്ഞായിട്ടേ കാണിക്കുള്ളൂ. സോ 45-ൽ, അതായത് ഹൈ ക്വാളിറ്റിയിൽ ഹൈ പവറിലിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ഷേപ്പിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സെല്ലുകൾ, RBCകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് നീക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടക്കിടക്കുള്ള WBCകൾ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്ന പറയുന്ന കാര്യം, നിങ്ങൾ ഈ സ്ലൈഡിൻ്റെ വലിച്ചാൽ ഏറ്റവും എൻഡിലേക്ക് വിടുന്ന ഭാഗത്ത് ഒന്നുകൂടെ വിസിബിലിറ്റി കൂടുതലായിരിക്കും. അതായത് സെൽസ് പരന്ന് കിടക്കുന്ന ഭാഗമായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒന്നൊന്ന് പരിധി നോക്കിയാൽ പെട്ടെന്ന് കാണാൻ പറ്റും. കാരണം കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണത്തെ എക്സാമിന് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം, ഈ ബ്ലഡിൻ്റെ സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് ഫോക്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം,
സെൽസ് നമ്മൾ കണ്ട് മാമിന് അത് എന്ത് ചെയ്യണം, ഇൻവിജിലേറ്ററിന് അത് വിളിച്ച് കാണിച്ചു കൊടുക്കണം. അതായത് നമ്മൾ കണ്ടത് എന്താണോ അത് വിളിച്ച് കാണിച്ചു കൊടുക്കണം. സോ അതെന്തായിരിക്കും, വളരെ ക്ലിയർ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന സ്ലൈഡ്. അപ്പം ഇതിനൊക്കെ മാർക്കും ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ സ്ലൈഡിന് മാർക്ക്, അതായത് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രൊസീജിയറിന് മാർക്കുണ്ട്, സ്ലൈഡിൽ ഉണ്ടാക്കുന്നതിന് മാർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, സ്കെച്ച് ചെയ്യാനുണ്ട്. സ്കെച്ച് ചെയ്യാനുള്ളത് RBC അല്ല മാർക്സിന് നിങ്ങൾക്ക് എന്ത് സ്കെച്ച് ചെയ്യണം, WBC സ്കെച്ച് ചെയ്യാനുണ്ടാവും. അത് ചിലപ്പോൾ ഇൻവിജിലേറ്റർ ആയിരിക്കും നിങ്ങളോട് പറയുക ഏതാണ് സ്കെച്ച് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അവർ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലുമൊക്കെ WBCയിൽ സ്കെച്ച് ചെയ്യാതെ മാത്രം പോരാ, സ്കെച്ച് ചെയ്യും വേണം, ലേബിൾ ചെയ്യും വേണം. സോ മറക്കാൻ പാടുള്ള ഈ 2 മേജറായിട്ടുള്ള എക്സ്പെരിമെൻറ്റും, ചീക്കാവട്ടെ അതല്ലെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് ആകട്ടെ, രണ്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടും എക്സ്പെരിമെൻറ്റ്സ് ആണ്. രണ്ടിലും നമുക്ക് ചെയ്യാനുണ്ട്. കറക്റ്റ് സ്റ്റെയിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരു പ്രൊസീജിയറിൽ തന്നെ ചെയ്യാനുണ്ട്, വൃത്തിയിൽ ചെയ്യാനുണ്ട്. ചെയ്ത ഫൈനലിൽ നമുക്ക് എന്ത് കിട്ടണം, രണ്ടിൻ്റെയും സ്ലൈഡാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഈ സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, മൈക്രോസ്കോപ്പിൽ വെച്ച് ഫോക്കസ് ചെയ്ത് റിസൾട്ട് ഇൻവിജിലേറ്ററിന് റിസൾട്ടിന് വെറുതെ എന്തെങ്കിലും വെച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, കറക്റ്റ് സെല്ലുകൾ കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവിജിലേറ്ററിന് വിളിച്ച് കാണിച്ചു കൊടുക്കണം. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ചീക്ക് സെല്ലിൻ്റെ ഒരു സിംഗിൾ ചീക്ക് സെല്ല്, അതല്ലെങ്കിൽ ബ്ലഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന WBCകളുടെ ഇൻവിജിലേറ്റർ സജസ്റ്റ് ചെയ്യുന്ന WBCകൾ ഏതാണോ അത്തരം WBCകളുടെ സ്കെച്ച് ചെയ്യണം. സ്കെച്ച് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ലേബിൾ ചെയ്തിട്ട് അവർക്ക് ആൻസർ ഷീറ്റിൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ആൻസർ ഷീറ്റിൽ എഴുതുന്ന സമയത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചെഴുതുക. അത് ഇതെന്നല്ല, 10 ക്വസ്റ്റ്യൻസിൽ കംപ്ലീറ്റ്ലി ആൻസർ ഷീറ്റിന് എഴുതുന്നത് തെറ്റാതിരിക്കാൻ വളരെയധികം എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കറക്റ്റ് എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത റിസൾട്ടൊന്നും എഴുതുമ്പോൾ എന്താകാൻ പാടില്ല, മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളത്, എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, എക്സാമൊക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, ബൈ, താങ്ക് യു.